ആയിരുന്നപ്പോഴായിരുന്നു, അത് ഒത്തിരി വർഷം മുമ്പായിരുന്നു. അന്ന് പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പം ഒരു വലിയൊരു കിരീടം കിട്ടിയ പോലെയായിരുന്നു. പക്ഷെ അത്രയും ഞങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയാമെന്നിട്ട് ഞാൻ ചോദിച്ചു എന്തോ ചെയ്യണം. കാര്യം എല്ലാവരും ഞങ്ങളുടെ കണക്ക് എല്ലാവരും ഹൗസ് മേക്കേഴ്സാ, ഹൗസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത. ഞാൻ ഒരിക്കലും ഹൗസ് വൈഫ് പറയത്തില്ല, ഞാൻ അവരെ ഹൗസ് അഡ്മിനിസ്ട്രേറ്റേഴ്സേ പറയത്തുള്ളൂ. കാര്യം അവരെ ആ വീടിൻ്റെ എല്ലാം ഒരു നല്ല രീതിയിൽ കൊണ്ട് നടത്തുന്നത്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പം എനിക്ക് അടുത്തൊരു സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ആ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ സ്കൂളിലോട്ട് ഞങ്ങളുടെ സ്കൂൾ ജീപ്പിൽ ഞാൻ തന്നെയാണ് പോയത്. ഞാൻ അവിടെ സ്കൂളിൽ ഒരു മലയുടെ മേളിലാണ്, അവിടെ ജീപ്പ് കൊണ്ട് നിർത്തി. ആ റോഡെല്ലാം ഈ കച്ചാ റോഡാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ മുമ്പിൽ നിന്ന് ഒരു ചെറുക്കന്, ഒരു കൊച്ചു പയ്യന്, ഈ മക്കളുടെ അത്രയേ ഉള്ളു. അന്നത്തെ യൂണിഫോം എന്ന് പറഞ്ഞാൽ നീല കളറിലെ യൂണിഫോം, ഖാക്കി കളറിലെ ട്രൗസേഴ്സ്, പക്ഷെ എല്ലാം ഓവർ സൈസ്, ബട്ടണൊന്നും ഇല്ല, ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ടിരിക്കുന്നത്. അവൻ എൻ്റെ മുമ്പിൽ കൂടെ ഓടിപ്പോയി. എന്നിട്ട് തറയിൽ കിടന്ന ഒരു ഒത്തിരി പൊടിയുള്ള ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അവനിങ്ങനെ അവൻ്റെ പാൻസിൽ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് അവൻ ഓടി. എൻ്റെ മുമ്പിൽ കൂടെ ഓടുന്നത്. ഞാൻ ആ സ്കൂളിൽ പോയി ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെ കണ്ട് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് അവരുടെ മിഡ് ഡേ മീൽ നടക്കുന്നത്. അപ്പം എല്ലാ പിള്ളേരും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലായിരിക്കും അവരുടെ മിഡ് ഡേ മീൽ എടുക്കുന്നത്. അതിൽ ചോറും ദാലായിരുന്നു അന്നത്തെ മിഡ് ഡേ മീൽ. ആ ചോറും ദാലെടുക്കുന്ന കൂടുതൽ പിള്ളേരങ്ങ് എടുക്കും, എന്നിട്ട് സൈഡിൽ പോയി കഴിക്കും. ആ ലൈനിൽ ആ പയ്യൻ നിൽക്കുന്നത് കണ്ട് ആ പേപ്പറിൽ, ആ കൂറ പേപ്പറിൽ ആ പയ്യന് ആ ദാലും റൈസും എടുത്തിട്ട് ഒരു മൂലയ്ക്ക് പോയിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഈ സ്കൂളിൽ ആവശ്യം എന്ന് പറഞ്ഞാൽ പ്ലേറ്റാണ്. കാര്യം നല്ല പ്ലേറ്റ് വേണം. അങ്ങനെ അത് മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ചെയ്യേണ്ട പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ 70 പിള്ളേരുണ്ട്. എനിക്ക് ഈ 70 പിള്ളേർക്ക് സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസസ് കൊടുക്കണം. പക്ഷെ ഈ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസസ് കൊടുക്കണമെങ്കിൽ ഞാൻ ചോദിച്ച് നമുക്ക് കൊടുക്കാം. അപ്പം എന്തുവാ ഉത്തരം വന്നത്? അത് വീട്ടിൽ നിന്ന് പോകുന്ന പൈസ അല്ലായിരിക്കും, ഇത് സേവയാണ്.